അല്ലാതെ പിന്നെ കാശിന് ഞാൻ എവിടെ പോണോമേ? എടാ, ഗിരി ഇത് അറിഞ്ഞ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഇതിന്റെ വരുംവരായെ കുറിച്ച് നീ ചിന്തിച്ചോ? അറിയാനായിരുന്നെങ്കിലേ ഏട്ടൻ എന്നെ അറിഞ്ഞാനെ. ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഗിരി ഒരു മണ്ടനാണെന്ന് നീ വിചാരിക്കണ്ട. അവന് ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാ ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിനുടമയായത്. നീ ഈ കാണിച്ച അഴിമതി അവൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നീ കളിക്കുന്നതേ തീക്കളിയാ നിധി. ഒരു ഭാഗത്തുകൂടെ ആരും അറിയാതെ ഏട്ടന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്ന അമ്മയാണോ എന്നെ ഉപദേശിക്കുന്നത്? ഏട്ടന്റെ സ്വത്തും സ്വർണവും ബാങ്ക് ബാലൻസും FDയും അങ്ങനെ എല്ലാം അമ്മയുടെ സ്വന്തം പേരിലാക്കി എടുത്തില്ലേ? എന്തായാലും അത്രയൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. വെറും 25 കോടി അതേ ഞാൻ ചെലവാക്കിയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ വളരെ ബുദ്ധിപരമായിട്ടാ ചെയ്തിരിക്കുന്നേ. അതിന്റെ പേരിൽ ഗിരിക്കെന്നെ ഒരു സംശയവും ഇല്ല. ഒരിക്കലും ഞാൻ പിടിക്കപ്പെടാനും പോകുന്നില്ല. പിടിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും മോഷണമല്ലാതായി തീരുന്നില്ലല്ലോ അമ്മേ. അതുകൊണ്ടേ ഒരു മോഷ്ടാവ് മറ്റൊരു മോഷ്ടാവിനെ ഉപദേശിക്കാൻ വരണ്ട. ആരോഗ്യം നോക്കാതെ ഇങ്ങനെ രാവും പകലും ജോലി ചെയ്താലേ എങ്ങനെ ശരിയാവും മോനെ? ഹലോ ആകാശ, ഞാൻ എത്തി. എയർപോർട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുക. നന്നായി. ഞാൻ വിളിച്ചതേ അമേരിക്കയിൽ പോയ വിശേഷങ്ങൾ അറിയണ്ടേ നിനക്ക്? എടാ, നമ്മളാ കമ്പനി വാങ്ങിച്ചു കേട്ടോ. നിന്നെ എനിക്ക് അറിയാലോ. നീ ഒരു കാറ്റിനിറങ്ങിയാലേ പിന്നെ അതും കൊണ്ടല്ലേ നീ വരൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് നിന്നോട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് പറ്റിയടാ? നീ ആകെ മൂഡ് ഓഫിലാണല്ലോ. നമ്മുടെ ഓഫീസില് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഗിരി. എന്ത് പ്രശ്നം? നമ്മുടെ കമ്പനി അക്കൗണ്ടിൽ നിന്നും ഒരു 25 കോടി രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നു. 25 CR? ഏത് അക്കൗണ്ടിലേക്ക്? എടാ, അതെങ്ങനെ സംഭവിച്ചു? അറിയില്ല. അത് തന്നെ ഗിരി എനിക്ക് മനസ്സിലാവാത്ത. നീ എന്താ പറയുന്നത് ആകാശേ? കമ്പനി അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് നിനക്കും നിതീഷിനും അല്ലേ പറ്റൂ? അതെ. ഇവിടെ നമ്മൾ 3 പേരും അറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാ? നമ്മുടെ കമ്പനിക്കകത്ത് നിന്ന് ആരോ കാര്യമായിട്ട് കളിക്കുന്നുണ്ട് ഗിരി, അത് ഉറപ്പാ. ശരി, ഞാൻ നേരെ ഓഫീസിലോട്ട് വരാം, എന്നിട്ട് സംസാരിക്കാം ഈ കാര്യങ്ങൾ. അവൻ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതേ ഗിരിയെയാ. ഞാൻ ഇടയ്ക്ക് തമാശക്ക് പറയും, ആകാശ് കല്യാണം കഴിക്കേണ്ടിയിരുന്നത് എന്നെയല്ല ഗിരിയാണെന്ന്. ആകാശിനെയും ഗിരി ഒരുമിച്ച് കാണുമ്പോഴേ രാമലക്ഷ്മണന്മാരെ പോലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാളെയും തമ്മിൽ വേർപിരിക്കാൻ ആർക്കും സാധിക്കില്ല. അതെ, ആ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഒരാളില്ലാതെ മറ്റാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, ഓഫീസിലെ കാര്യങ്ങൾക്കും അവരങ്ങനെ തന്നെയല്ലേ? ആർക്കും അസൂയ തോന്നുന്നൊരു സൗഹൃദമാണ് ആകാശിന്റെയും ഗിരിയുടെയും. കുറച്ചുനാള് മുമ്പ് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ നിന്ന് അക്കുനൊരു ഓഫർ വന്നായിരുന്നു. അവർ അക്കുനെ കമ്പനിയിലെ CEO പോസ്റ്റ് ആക്കാന്നാ പറഞ്ഞിരുന്നത്. അവർ ഓഫർ ചെയ്തിരുന്ന സാലറിയും ആനുകൂല്യങ്ങളും ഒക്കെ വളരെ വലുതായിരുന്നു. എന്നിട്ടെന്താ, ആ ഓഫർ അക്കു വേണ്ടാന്ന് വെച്ചു. ഗിരിയെ പിരിയാൻ പറ്റാത്തോണ്ട് മാത്ര അക്കു ആ ഓഫർ വേണ്ടാന്ന് വെച്ചത്. ആകാശ് പോയിരുന്നെങ്കിൽ സത്യമായിട്ടും ഗിരിക്കത് താങ്ങാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇത്രയും സ്നേഹവും വിശ്വാസവും ഒക്കെ ഉള്ളൊരു ചങ്ങാതിയെ ഗിരിക്ക് എവിടുന്ന് കിട്ടാനാണ് സ്നേഹ? അത് സത്യം തന്നെയാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സുമി. ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് പരിഹരിക്കായിരുന്നു. പിന്നെ കുട്ടികളുടെ കാര്യം, അവരുടെ പഠിത്തം, ഭാവി, ഇതൊന്നും ആകാശ് ഗീതന്റെ അടുത്ത് പറയാറില്ലേ? ഇല്ല. ഗിരിയോട് അക്കു ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം ചെയ്തേനെ. ഗിരി അതിനൊരു പരിഹാരം കണ്ടെത്തിയേനെ. അതെനിക്ക് ഉറപ്പാ. തടിയന്റെ മനസ്സും അവന്റെ ശരീരം പോലെ തന്നെ വലുതാ. വ്യക്തിപരമായ കാര്യങ്ങളും ഒഫീഷ്യൽ കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ ആകാശ് ഒരിക്കലും തയ്യാറല്ല സുമി. അതൊക്കെ പറഞ്ഞ സൗഹൃദം മുതലെടുക്കുന്നതായിട്ട് തോന്നുന്നാണ് അക്കു പറയുന്നത്. ഇക്കാര്യം ഗിരിയുടെ അടുത്ത് ഞാൻ പറയട്ടെ? അയ്യോ വേണ്ട. ഒടുവിലേ ഞാൻ സുമീനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് അവര് പറയുള്ളൂ. അക്കു എന്നോട് അതിന്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു പായ കിടന്ന്
ഒരു പാത്രത്തിലുണ്ട് വളർന്നവരാ അവര്. അവർക്കിടയിലുള്ള ആത്മബന്ധം അത്രയ്ക്ക് ആഴത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗിരിയെല്ലാം അറിഞ്ഞു ചെയ്യും എന്നാണ് അക്കുവിന്റെ ഒരു വിശ്വാസം. ഇങ്ങനൊരു ചങ്ങാതിയെ കിട്ടാനേ ഗിരിധര നല്ലോണം ഭാഗ്യം ചെയ്തിരിക്കണം. ദൈവം സഹായിച്ച് അവര് തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും വരാതിരിക്കട്ടെ. ഈശ്വര, എന്റെ ചിക്കൻ കറി എന്തായോ എന്തോ. എന്റെ അനിയനായി ഇവന്റെ റെക്കമെൻഡേഷൻ മാത്രമാണ് നിനക്ക് ഞാൻ ഈ കമ്പനിയിൽ ജോലി തന്നത്. എന്താ ഏട്ടാ, എന്താ പറ്റി? ഇവൻ എന്താ ചെയ്തേ? ഇവൻ കാണിച്ച തെമ്മാടിത്തരങ്ങൾ മുഴുവനെ ദാ ഈ പേപ്പറിലുണ്ട്, വായിച്ചു നോക്ക്. $25 കോടിയോ? എന്താ മഹേഷ് ഇതൊക്കെ? കമ്പനി അക്കൗണ്ടിൽ ഇത്രയും വലിയൊരു തിരിമറി നടത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മഹേഷേ? 25 കോടിയുടെ വെട്ടിപ്പാ ഇവൻ കമ്പനിയിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. ഇതൊന്നും അറിയാനും ശ്രദ്ധിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നിന്നെ ഓഫീസിലേക്ക് എന്നും കെട്ടിയെടുക്കുന്നത്? നീ ചതിച്ചതേ എന്നെ ഈ കമ്പനിയെ മാത്രമല്ലടാ. എന്നെ വിശ്വസിച്ച് നിനക്ക് ഈ കമ്പനിയിൽ ജോലി തന്ന എന്റെ ഏട്ടന്റെ വലിയ മനസ്സിനോട് തന്നെയാ നീ ഈ നെറുകേട് കാണിച്ചത്. നിനക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് ഈ തെമ്മാടിത്തരാണോ പരിഹാരം? എന്നാലും മഹേഷേ, നീ കാണിച്ചത് മഹാ അപരാധമായിപ്പോയി. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. മതി. ഇനി ഇവനോട് സംസാരിക്കേണ്ടത് നമ്മളല്ല, പോലീസുകാരാ. കോൾ ദ പോലീസ്. ഏട്ടാ, ഇവൻ തെറ്റ് ചെയ്ത് സത്യമാണ്. എന്നാലും അതിന്റെ പേരിൽ പോലീസ് കേസും കാര്യങ്ങളൊന്നും വേണ്ട. അത് വേണോ? വേറൊന്നുമല്ല, നമ്മുടെ കമ്പനിക്ക് തന്നെയല്ലേ എന്റെ നാണക്കേട്. SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിനല്ലേ അത് ബാധിക്കുക? ഇവരെ പോലെ ഒരു കാട്ടുകള്ളൻ കാരണം വെറുതെ നശിച്ചു പോകുന്നതല്ലടാ നമ്മുടെ റെപ്യൂട്ടേഷൻ. ഇവനെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചാൽ അതിന്റെ പേരിൽ നമുക്ക് നാണക്കേടല്ല ഉണ്ടാകാൻ പോകുന്നത്. മറ്റ് കമ്പനികൾക്കെല്ലാം അതൊരു പാഠമായിരിക്കും. കമ്പനികൾക്ക് മാത്രമല്ല, ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും കൈമുതലായി കൊണ്ടു നടക്കുന്ന മറ്റു തന്തയില്ലാത്തവന്മാർക്കും. അതെ ഗിരി, ഒരു കാരണവശാലും വെറുതെ വിടരുത് ഇവനെ. ഇവനെ മാത്രമല്ല, ഈ കള്ളത്തരത്തിന് ആരൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുണ്ടോ അവരെയും. സെക്യൂരിറ്റി. ഗിരി, ഏട്ടാ നീ പിണങ്ങാതറാ. ഏട്ടാ ഞാൻ പറഞ്ഞു നോക്കി, എനിക്ക് അത്രയും വേണ്ടി പോകരുത് ആകാശ്. നിന്നോട് എനിക്ക് സംസാരിക്കണ്ട. ശരി, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. നീ വാ, നീ എയർപോർട്ട് നേരെ ഇങ്ങോട്ടല്ലോ വന്നേ. അച്ഛമ്മയും സുമതിയും കാത്തിരിക്കുന്നുണ്ടാവില്ലേ? വേണ്ട, നിന്നോടൊപ്പം ഇന്നത്തെ ദിവസം ഞാൻ എവിടെയും വരുന്നില്ല. നീ ഇന്ന് എന്നെ ശരിക്കും വേദനിപ്പിച്ച ആകാശേ. തെറ്റുകൾ ചെയ്തത് മഹേഷാണ്. എന്നിട്ട് നീ ആ തെറ്റുകൾ എന്റെ അനിയൻ ചെയ്തതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. എടാ, നമുക്ക് ആ മഹേഷിനെ കൈയോടെ പിടികൂടാൻ പറ്റിയില്ലായിരുന്നു, എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ നിതീഷിനോട് അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നെങ്കിലോ? അവനെ ഞാൻ തല്ലിയിരുന്നെങ്കിലോ? നീ പറ. ഇതല്ലാതെ ഞാൻ മറ്റെന്താ ചെയ്യേണ്ടിയിരുന്നേ? എടാ, കയ്യിൽ തെളിവ് കിട്ടിയോണ്ടല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞേ. എടാ, എന്ത് തെളിവുകൾ ഉണ്ടെങ്കിലും അവൻ എന്റെ അനിയനാണ്. അവനെ അവിശ്വസിക്കാൻ നിനക്ക് എങ്ങനെയാടാ പറ്റിയത്? അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ അവനൊരു വീഴ്ച പറ്റിയെന്നുള്ളത് നേരാണ്. പക്ഷെ അത് വെറും ഒരു ശ്രദ്ധക്കുറവ് മാത്രമാടാ. എടാ, അതല്ലാതെ എന്റെ അനിയനൊരു കള്ളനൊന്നുമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ എന്നോട് മിണ്ടാൻ വരണ്ട. എന്റെ കൂടെ നീ വീട്ടിലോട്ടും വരണ്ട. നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞാൻ വെക്കോളാം വീട്ടിലോട്ട്. തക്കടു, എന്താ തക്കടു നീ ഇത്ര വൈകിയത്?
ഞങ്ങൾ ഉച്ച മുതൽ നിന്നെ കാത്തിരിക്കായിരുന്നില്ലേ? ഓഫീസിൽ കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു അച്ഛമ്മേ. അതുകൊണ്ടാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നത്. നിനക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ടൊക്കെ വെച്ചുണ്ടാക്കി കാത്തിരിക്കായിരുന്നു ഇവള്. ഒന്ന് ഇത്തിടം വരെ വന്ന് ഊണ് കഴിച്ചിട്ട് പോയാ നിനക്ക് എന്തായിരുന്നു നഷ്ടം? സാരല്ല അച്ഛമ്മേ, ഇനിയാണെങ്കിലും കഴിക്കാലോ. ആ, ഞാനെന്നാ ചെന്നേ അത്താഴം എടുത്തു വെക്കാം. ചെല്ലേ. വേണ്ട, എനിക്ക് ഒട്ടും വിശപ്പില്ല. എടാ, കഴിച്ചിട്ട് പോവാനാ പറഞ്ഞത്. എടാ തക്കടോ. അതെ, കഴിച്ചില്ലെങ്കിൽ അവൻ കഴിക്കണ്ട. ഇന്ന് രാത്രി അവന് ജലപാനം കൊടുത്തു പോരുത്. ഒരു നേരം പട്ടിണി കിടക്കുമ്പോ പഠിച്ചോളൂ അവൻ, അഹങ്കാരി. വരൂ. താങ്ക് യു. ഗിരി അത്താഴം വേണ്ടെന്ന് പറഞ്ഞ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നേരത്തെ എന്തൊക്കെയോ വലിയ ടെൻഷനിലാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടെന്ന് പറയില്ലല്ലോ. ഇനി ഇങ്ങനെ കൂട്ടിലിട്ട വെരുകിനെ പോലെ നടന്നിട്ട് എന്ത് കാര്യം? എല്ലാം കാട്ടി കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. അതിനിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. ഭാഗ്യം കൊണ്ട് മാത്രം. ഇന്ന് ചെറുതായിട്ടെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നെങ്കിൽ സകലതും തകിടം മറിഞ്ഞേനെ. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം നഷ്ടപ്പെട്ടേനെ. ഈ നിമിഷം നമ്മൾ ഈ വീടിന് പടിക്ക് പുറത്തായി കഴിഞ്ഞേനെ. അറിയാവോ? മതിയൊന്നും നിർത്ത്, അല്ലെങ്കിലേ മനുഷ്യനിവിടെ തലപ്പരാന്ത് പിടിച്ചിരിക്കുക. അതിനിടയിൽ ഒടുക്കത്തെ ഉപദേശം. ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഉപദേശിച്ചപ്പോ നീ അത് ചെവിക്കൊള്ളാത്തതിന്റെ ഫലവാ ഇന്ന് കണ്ടത്. ആ പാവം മഹേഷ് വാവിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി അവൻ ബലിയാടായി. നാളെ നീ കാരണം ബലിയാടാകുന്നത് നിന്റെ അമ്മയും ഞാനും ആയിരിക്കും. അറിയോ? അതുകൊണ്ട് ഇന്ന് സംഭവിച്ചൊക്കെ ഒരു പാഠമാണെന്ന് കരുതി വേണം നീ ഇനി ഓരോ ചൂടും മുമ്പോട്ട് വെക്കാൻ. ഇന്നലെ വരെ നിന്റെ മേലുണ്ടായിരുന്നു നീ അഹങ്കരിച്ചിരുന്ന നിന്റെ ചേട്ടന്റെ വിശ്വാസം, അതിനി പഴയ ശക്തി ഉണ്ടാവുമെന്ന് നീ വിശ്വസിക്കരുത്. നേർത്തു തുടങ്ങിയ മൂടൽ മഞ്ഞിന്റെ ഒരു പാളി, അത് മാത്രമാണിപ്പോ അത്. വെയിലൊന്ന് കടുത്താൽ അടുത്ത നിമിഷം അതില്ലാതായി പോകും. മൂടിവെച്ച കാഴ്ചകളെല്ലാം ഗിരിയുടെ മുമ്പിൽ തെളിയും. ഞാനിനി സൂക്ഷിച്ചോളാങ്ങളെ. ഇത്ര പോലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഗിരിയേട്ടൻ ഒരിക്കലും കണ്ടെത്തില്ലായിരുന്നു. എല്ലാത്തിനും വഴിമരുന്നിട്ടത് അവനാ, ആകാശ്. അവനെക്കുറിച്ച് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ? അറിയാം. പക്ഷെ ഇത്രയും നാൾ അവൻ സ്വന്തം പരിധിയിൽ നിന്നാ കളിച്ച്. പക്ഷെ കൊത്തി കൊത്തി ഇപ്പൊ മുറത്തി കയറി കൊത്താൻ തുടങ്ങി. അവൻ അപകടകാരിയാ. അവൻ വിചാരിച്ച നമ്മളെ തകർത്തെറിയാൻ പറ്റും. ഈ പോക്ക് പോയാൽ ഗിരി അവനെ നിന്നേക്കാളും വിശ്വാസത്തിലെടുക്കും. അതിനധികം താമസമൊന്നും ഉണ്ടാവില്ല. ഇനി സമയം പാഴാക്കുന്ന ബുദ്ധിയല്ല, കഴിവതും വേഗം അവനെ പൂട്ടിയേ പറ്റൂ. എങ്ങനെങ്കിലും ഗിരിയുടെ ജീവിതത്തിൽ നിന്ന് അവനെ പട്ടിക്ക് പുറത്താക്കണം. അതൊന്നും അത്ര എളുപ്പമല്ല അങ്കിളെ. ഗിരിയേട്ടനും ആകാശേട്ടനും തമ്മിലുള്ള ബന്ധം അങ്കിളിന് മുമ്പേ അറിയുന്നല്ലേ? അതൊക്കെ എനിക്ക് നിന്റെ അമ്മയ്ക്കും വിട്ടേക്ക്. എപ്പോഴും ഇവിടെ ഇതുപോലെ വായടച്ചു വെച്ച് മിണ്ടാതിരുന്നെങ്കിൽ ഇവിടെ എത്ര നല്ലതായിരുന്നു. വയറ് കത്തിട്ട് വയ്യ.
സ്വാതന്ത്ര്യം. വാശി പിടിച്ച് കഴിക്കാതിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. ആകാശേ പറയടാ, ഏതുവരെ യാത്ര? ഏതുവരെ ആവാൻ പുറപ്പെടുന്നേ ഉള്ളൂ. എടാ നിനക്കെന്താ ഇപ്പോഴും ഒരു താല്പര്യമില്ലാത്ത പോലെ? താല്പര്യം തോന്നാനേ ലാസ് വേഗാസിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. ഏതോ ഒരു ഓണം കേറാ മൂലയിലേക്കല്ലേ. ഓണം മാത്രമല്ല, വിഷുവും ഈസ്റ്ററും ക്രിസ്തുമസും ബക്രീദും ഒന്നേ അവിടെ കയറിയിട്ടില്ല. അതൊരു വനത്തിന്റെ നടുവിലുള്ള അമ്പലമാണ്, മഞ്ചാടിക്കുന്ന്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിനൊരു പ്രത്യേക തരം ഭംഗിയുണ്ടാവും. ശരിയാ, പ്രത്യേകത ഉണ്ടാവും. അവിടെ ഇവിടെ കിട്ടുന്ന പോലെ നെറ്റൊന്നും കിട്ടില്ലല്ലോ. അതാ ഇപ്പൊ എന്റെ ടെൻഷൻ. അത് ചെന്നേ നന്നായി തൊഴുതിട്ട് വാ. സൂക്ഷിച്ചു പോയി വാ. മഞ്ചാടിക്കുന്നിലമ്മ രണ്ടാളെ അനുഗ്രഹിക്കട്ടെ. അമ്മേ, എന്നാ പോയിട്ട് വരട്ടെ. ആ, സൂക്ഷിച്ചു പോയിട്ട് വാ മോനെ. ഏട്ടത്തി ഹാപ്പി ആൻഡ് സേഫ് ജേണി. താങ്ക് യു. ആ മോളെ, നേരത്തെ നീ വിളിച്ചപ്പോ അച്ഛൻ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ ഇപ്പൊ തിരിച്ചു വിളിച്ചത്. അതൊന്നും സാരമില്ല അച്ഛാ, ഞങ്ങൾ ഇവിടെ എത്തി, അത് പറയാനായിട്ടാ വിളിച്ചത്. നന്നായി. യാത്രയൊക്കെ സുഖായിരുന്നല്ലോ അല്ലേ? ആ അതെ അച്ഛാ, ഒത്തിരി ഭംഗിയുള്ള സ്ഥലം ഇത്. അച്ഛനെയും കൊണ്ട് എന്തെങ്കിലും ഇവിടെ വരണമെന്ന് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. നിന്റെ മനസ്സ് ഇത്രത്തോളം നിറഞ്ഞ് അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ സന്തോഷം ശബ്ദത്തിൽ അറിയാം. അച്ഛാ, ഈ ക്ഷേത്രത്തെ കുറിച്ച് അച്ഛൻ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും? മഞ്ചാടിക്കുന്ന്. ഓ, കാട്ടിലെ കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കൊരു ക്ഷേത്രം അല്ലേ? ആ അതെ. കാനനപ്പാത താണ്ടി ആ കാട്ടിലെ കല്ലമ്പലത്തിൽ ചെന്ന് തൊഴുക ഇത്തിരി കഠിനമാണ്. അതിനൊരു അവസരം നിനക്കും ഗിരിക്കും കിട്ടിയല്ലോ. ദൈവാനുഗ്രഹം. ഗിരിയോടെ എന്റെ അന്വേഷണം പറയണേ. നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഗിരിക്ക് ബോറടിക്കില്ലേ? ഫോൺ വെച്ചോ. അല്ലച്ചാ, അതെ, ഇത്ര ദൂരം യാത്ര ചെയ്ത് ഗിരിയാകെ ടയേർഡായി പോയി, കിടന്നുറങ്ങുവാ. നന്നായി. നല്ലതുപോലെ ഉറങ്ങിയതിന് ശേഷം മതി കാട്ടിലേക്ക് യാത്ര. അല്ല, എപ്പോഴാ നിങ്ങൾ അമ്പലത്തിലേക്ക് തിരിക്കുന്നത്? ഇന്നുണ്ടാവില്ല അച്ഛാ, നാളെ രാവിലെ. പോയി നന്നായി തൊഴുതുവാ മോളെ. ശരി അച്ഛാ. ഓക്കെ. അച്ഛമ്മേ, നിങ്ങൾ എത്തിയോ? എത്തിയല്ലോ, കുറച്ചേരായി. യാത്രയൊക്കെ സുഖമായിരുന്നോ തപ്പടു? പിന്നെ അല്ല, സുമിതി എവിടെ? അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ, ചോദിക്കട്ടെ.
സുമിത മുറിയില അച്ഛമ്മേ. യാത്രാക്ഷീണം കാരണമേ റെസ്റ്റ് എടുക്കുക. അപ്പൊ നീയോ? നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ തന്നെ ഉണ്ട് അച്ഛമ്മേ. എന്നാ ശരി, അവക്കൊന്ന് ഫോൺ കൊടുക്ക്. അത് പിന്നെ അച്ഛമ്മേ, അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പതാ കുളിക്കാൻ വേണ്ടി കേറിയിരിക്കുക. ഡേ ടക്കടു, നീ വെറുതെ എന്നോട് കള്ളം പറയാൻ നിക്കല്ലേ. സത്യം പറയടാ, നീ അവിടെ മുറിയിൽ തനിച്ചാക്കിട്ടേ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആളുകളുടെ കൂടെ മീറ്റിംഗ് കൂടുക അല്ലേ? എന്തൊക്കെയാ അച്ഛമ്മ ഈ പറയുന്നത്? ആരാ ഈ നുണയൊക്കെ അച്ഛമ്മയോട് പറഞ്ഞത്? നുണ പറയുന്നതേ നീയാ. നീ ഒരു കാര്യം ചെയ്, നീ അവിടുന്ന് എന്നെ ഒന്ന് വീഡിയോ കോള് വിളിക്കും. വീഡിയോ കോളോ? എന്താ അങ്ങനെയൊന്നും നീ കേട്ടിട്ടില്ലേ? വിളിക്കടാ പെട്ടെന്ന്. അച്ഛമ്മേ, ഞാൻ വിളിക്കാം അച്ഛമ്മേ. എക്സ്ക്യൂസ് മീ, നിങ്ങളെല്ലാവരും കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കൂ. എനിക്ക് അർജന്റായിട്ട് വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ. അല്ല, ഇതേതാ സ്ഥലം? ഇതാ അച്ഛമ്മേ ഞങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്. കണ്ടിട്ടേ ആളുകൾ താമസിക്കുന്ന മുറി പോലെ ഇല്ലല്ലോ. നീ അതിന്റെ അപ്പുറത്തെ വശം ഒന്ന് കാണിച്ചേ. ഈ അച്ഛമ്മ കണ്ടോ? എന്താ അവിടെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിരിക്കുന്നത്? അത് പിന്നെ അച്ഛമ്മേ, ഓഫീസിലെ ചില കാര്യങ്ങള്. എടാ പോത്തെ, ഓഫീസിലെ കാര്യങ്ങൾ നടത്താനാണോ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവളെയും കൊണ്ട് അമ്പലത്തിൽ പോയി തൊഴുതു വരാനല്ലേ? അത് പിന്നെ അച്ഛമ്മേ, കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ്. മിണ്ടിപ്പോകരുത്, ഒന്നും കേക്കണ്ട എനിക്ക്. നിന്റെ ഓഫീസിലെ കിങ്കരന്മാരെയെ ഇപ്പൊ പറഞ്ഞു വിട്ടേക്കണം അവിടുന്ന്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി പിടിച്ച് അങ്ങോട്ട് വരും. ഞാൻ വന്നാ എന്താ നടക്കാന്ന് നിനക്കറിയാലോ. മഞ്ചാടിക്കുന്ന് അമ്പലത്തിന് ചുറ്റും നിന്നെ കൊണ്ട് ഞാൻ ശയന പ്രദർശനം നടത്തിക്കും 101 വട്ടം. മനസ്സിലായോ നിനക്ക്? അയ്യോ, അതൊന്നും വേണ്ട അച്ഛമ്മേ. ഞാൻ അവരെയൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ആ, എന്നിട്ടേ സുമിതയുടെ അടുത്ത് പോയി ഇരിക്കും. എന്നിട്ട് അവളുടെ അമ്മേ, അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ആകെ പണി പാളിയ മട്ട. അച്ഛമ്മ എല്ലാം കൊളാക്കി. കമ്പനി സ്റ്റാഫുകളെ കൂടി ഏട്ടൻ അങ്ങോട്ട് കൊണ്ടുപോയത് അച്ഛമ്മ എങ്ങനെയോ അറിഞ്ഞു. എന്നിട്ട് എന്താവാൻ, അച്ഛമ്മ ഗിരിയേട്ടനെ വീഡിയോ കോളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കംപ്ലീറ്റ് സ്റ്റാഫുകളെയും പറഞ്ഞുവിട്ട് സുമിതേച്ചിയുടെ അടുത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു. ദൈവമേ, ഈ കിളവിയെ കൊണ്ട് ഞാൻ തോറ്റു. ഇവറ്റകൾ രണ്ടും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി ഒരു വശത്ത് ഞാൻ പാര പണിയുമ്പോഴാ മറുവശത്തു കൂടി അവർ ഈ പണി കാണിക്കുന്നത്. കുടുംബക്ഷേത്രത്തിന്റെ കഥയും പൊക്കി പിടിച്ചോണ്ട് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ ആവുന്നു. അമ്മ ഭയക്കുന്ന പോലെ സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവരെപ്പോഴും പഴയ പോലെ തന്നെയാ. തമ്മി കണ്ട അടിയും വഴക്കും ഇല്ലാന്നേ ഉള്ളൂ. ഗിരിയേട്ടൻ മൊബൈലിൽ എന്തെങ്കിലും ഗെയിം കളിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും പണിയെടുക്കും. സുമിതയുടെ ഒരറ്റത്തിരുന്ന് ഏതെങ്കിലും ഇംഗ്ലീഷ് നോവലും വായിക്കും. ഇത്രയൊക്കെ അവർക്കിടയിൽ സുമിതേ, സുമിതേ, സുമി, സുമി നിക്കുന്നത് ഞാനാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനാകെ ബോറടിച്ചപ്പോ ഒന്ന് കാട് കാണാൻ ഇറങ്ങിയതാ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ സുമി. സന്ധ്യ കഴിഞ്ഞാലേ ആന ഇറങ്ങുന്ന കാടായത്. ആരും സന്ധ്യ കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ഇറങ്ങി നടക്കാറില്ല. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിലോ ആരോട് എന്തൊക്കെ സമാധാനം പറയേണ്ടി വരും ഞാൻ. പരിചയമില്ലാത്ത സ്ഥലമാ, അതും കാട്. ഒറ്റയ്ക്ക് ഇറങ്ങും മുമ്പ് ഒരു വാക്കെന്നോട് പറയാറുന്നില്ലേ സുമി? സോറി, റിയലി സോറി. ഗിരി തിരക്കിലായിരുന്നോണ്ടാ ഞാൻ. എന്ത് തിരക്കിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകുമ്പോ
എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ? ആ ദേ അച്ഛമ്മ. എടാ, സുമിതയുടെ അടുത്ത് എന്നിട്ട് നീ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് എത്ര നേരായി? അച്ഛമ്മയ്ക്കിപ്പോ ഞാൻ സുമിത ഒരുമിച്ചിരിക്കുന്നത് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഇതാ കണ്ടോ. ഹാ, എനിക്ക് സന്തോഷായി മോളെ. അവൻ ഇപ്പോഴെങ്കിലും നിന്റെ അടുത്ത് വന്നല്ലോ. അല്ല, നിങ്ങളിതിപ്പോ എവിടെയാ? കാട്ടിനകത്താണോ? അതെ അച്ഛമ്മേ. ഗസ്റ്റ് ഹൗസിലെ ശശിയേട്ടൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, ഇത് സാറിനും മാഡത്തിനും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കണം. ഇതുപോലെ ഒരു കാളരാത്രി മനുഷ്യരെന്തായാലും മറക്കാൻ പോകുന്നില്ല. സാറെന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ കാളയുടെ കാര്യം. ഓ അല്ല, ഈ ബീഫ് എന്ന് പറയുന്ന ഒരു സാധനം നാട്ടിൽ കിട്ടുന്നതേ കാളയാണോ പോത്താണോ എന്ന് ചോദിച്ചതാ. സാറ് വലിയ ഭക്ഷണപ്രിയനാണെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? ശശിയേട്ടനെ. ആ, ആളോട് സാറിന്റെ അച്ഛമ്മയെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാ. സത്യം പറഞ്ഞ ഇതാണ് യഥാർത്ഥ ലക്ഷറി. ആയിരക്കണക്കിന് രൂപ വാടക കൊടുക്കേണ്ടി വരുന്ന സ്റ്റാർ ഹോട്ടലിന്റെ ലക്ഷറി സ്യൂട്ടിൽ പോലും ഈ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടില്ല. ഇതേ പ്രകൃതി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാ. ഏതായാലും ഈ അമ്പലത്തിലേക്ക് നമ്മളെ പറഞ്ഞയച്ച അച്ഛമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഗിരി. നോ താങ്ക്സ്, എനിക്ക് വേണ്ട. അയ്യോ, കുടിക്കണം സാറേ, നല്ല രുചിയാ. വാങ്ങ് ഗിരി. താങ്ക് യു. എന്താ ഇത്? മുളയരി പായസം. വിശേഷപ്പെട്ട സാധനമാ, നാട്ടിലൊന്നും അങ്ങനെ കിട്ടത്തില്ല. നല്ലതാ. ഇതെന്തിനാ ഈ ടെന്റ്? ഒന്ന് സാറിനും മേഡത്തിനും ഉറങ്ങാൻ, മറ്റേതിൽ ഞാൻ ഉറങ്ങാതെ കാവലുണ്ടാവും. രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാ മതി. ഉറങ്ങാനോ? ഇവിടെയോ? ആന ഇറങ്ങുന്ന സ്ഥലമാന്നൊക്കെ പറഞ്ഞിട്ട്? ആനത്താര കുറെ അപ്പുറത്താ സാറേ. പിന്നെ ഒറ്റയാന്മാരാണേലും തീ കണ്ടാ പിന്നെ അടുക്കത്തില്ലെന്നേ. അതൊന്നും വേണ്ട, ശരിയാവത്തില്ല. അത്താഴം കഴിഞ്ഞേ ഞങ്ങള് ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിക്കോളാം. ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല സുമിത. സാറിന്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇതൊക്കെ ചെയ്യാൻ. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അച്ഛമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിതൊക്കെ.